ദി ക്രോണിക്കിൾസ് ഓഫ് ദി 4.5 Gang, ഡയറക്റ്റഡ് ബൈ കൃഷ്ണാന്ത്. ഞാൻ റിവ്യൂ പറഞ്ഞ മുന്നേ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസാണ്. നല്ല റേറ്റിംഗ് ഒരു വെബ് സീരീസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടിട്ട് ഈ ഒരു വെബ് സീരീസ് കാണാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഈ ഒരു വെബ് സീരീസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു വെബ് സീരീസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ സ്റ്റോറി അത്യാവശ്യം നല്ലതാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ കിടിലൻ പെർഫോമൻസും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്ക് ഈ ഒരു വെബ് സീരീസ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട്, അതായത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടിട്ട് തന്നെ ഒരേ ഒരു കാര്യം മനസ്സിലായത്, ഭയങ്കര സ്ട്രെച്ച് ആയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് ഓരോ എപ്പിസോഡും കിടക്കുന്നത്. എസ്പെഷ്യലി ആ ഫൈനൽ എപ്പിസോഡൊക്കെ ഏകദേശം 1.25 മണിക്കൂറുണ്ട്. അപ്പോൾ 1.25 മണിക്കൂറിനുള്ളൊരു സംഭവം ഇതിൽ പറയുന്നില്ല. അതേപോലെ തന്നെ 50 മിനിറ്റിൻ്റെ 45 മിനിറ്റിൻ്റെ ഒക്കെ എപ്പിസോഡ്സ് വരുന്ന ടൈമിലും അത്രയും സമയത്തിനുള്ളൊരു സ്റ്റോറി ടെല്ലിങ് അതിലില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഇംഗ്ലീഷ് വെബ് സീരീസിൽ അതല്ല ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇംഗ്ലീഷ് വെബ് സീരീസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ നല്ല കിട്ടില്ല വെബ് സീരീസുകളിലൊക്കെ സ്റ്റാർട്ടിങ്ങും ഒക്കെ ഇതേപോലെ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. പക്ഷെ അത് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നോക്കുക. അത് സ്റ്റാർട്ട് ടു ഫിനിഷ് ആണ് നമ്മൾ കാണുന്നത് ഒരു വെബ് സീരീസ്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊന്നുമില്ല, പക്ഷെ കഴിയുമ്പോൾ എന്താണ്, അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒന്നും കൂടെ കമ്പയർ ചെയ്യല്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്റ്റാർട്ടിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻഡിങ്ങിലും ഇഷ്ടപ്പെടണം ഒരു വെബ് സീരീസിൽ. ഇപ്പോൾ ഒരു സിനിമൻ്റെ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ ഭരതൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഫഹദ് ഫാസിലിൻ്റെ, അപ്പോൾ ഫസ്റ്റ് ഹാഫിലൊന്നും ഇല്ല, സെക്കൻഡ് ഹാഫിൽ എന്താ, അപ്പോൾ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതാണ് എൻഡിങ് എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതിലും വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എനിക്കിത് സ്റ്റാർട്ട് ടു എൻഡിങ് എനിക്ക് ഈ വെബ് സീരീസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോറി വൈസ് കിട്ടുവാണ്, പക്ഷേ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അത് പിന്നെയും ഈ എന്താ പറയുക, ഫൈനൽ എപ്പിസോഡ്സിൽ കുറച്ച് ഇൻസിഡൻസ് നടക്കുന്ന ടൈമിലാണ് പിന്നെയും എനിക്ക് പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിയത്, ഒരു ഇമോഷണൽ കണക്ഷൻ. പക്ഷെ അതുവരെ ഇങ്ങനെ വെബ് സീരീസ് ഇങ്ങനെ പോകുക എന്നുള്ളതല്ലാതെ, ഇങ്ങനെ കണ്ടു തീർക്കുക എന്നുള്ളതല്ലാതെ ഭയങ്കര ബോറടിച്ചിട്ടാണ് ഞാനൊരു വെബ് സീരീസ് കണ്ടത്. പക്ഷേ ഇതിൽ ചില സമയങ്ങൾ കിട്ടുവാണ്, പക്ഷേ അത് മാത്രം പോരല്ലോ. അപ്പോൾ ഒരു 50 മിനിറ്റിൽ 2-3 മിനിറ്റ് കിട്ടുവയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കൊരു വെബ് സീരീസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. അങ്ങനെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊന്നും പറയാൻ എനിക്ക് ഒന്നാമത് മലയാളത്തിൽ അങ്ങനെ വലിയ വെബ് സീരീസുകൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയതിൽ എനിക്ക് ആകെ കേരള ക്രൈം ഫയൽസ് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒട്ടുമിക്ക എല്ലാ വെബ് സീരീസും മലയാളത്തിൽ ഇറങ്ങിയത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേരള ക്രൈം ഫയൽസ് മാത്രമാണ്. അപ്പോൾ അതാണ്, അതിലൊക്കെ കിട്ടിയൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ കണക്ഷൻ ഒന്നും ഇതൊരു ക്യാരക്ടറിനോട് തോന്നുന്നില്ല. അപ്പോൾ ഒരു വെബ് സീരീസ് തുടങ്ങുന്നത് ഇത് ജഗദീഷിനോട്, ഇതും എൻ്റയർലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ജഗദീഷിനോട് വന്നിട്ട് സ്റ്റോറി പറയണതാണ് ഒരു സീരീസ് തുടങ്ങണ തന്നെ. അപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ എങ്ങനെ ഒരു ക്രിമിനൽസായി മാറുന്നു എന്നുള്ളതാണ് വെബ് സീരീസ് പറഞ്ഞത്. അത് പക്ക റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സെറ്റ് ടോക്സ് സൈനിങ് ഔട്ട്.